പിന്നെ അത് ചേട്ടാ, നമ്മുടെ ബേസിൽ ചേട്ടനല്ലേ, ബേസിലേട്ടനും ടൊവിനോയും കൂടെ ഉള്ള ഒരു പൂജയുടെ ഒരു ഇതുണ്ടായിരുന്നല്ലോ. ഒരു പൂജക്ക് ഇങ്ങനെ പൂജാരി ഇങ്ങനെ അത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ടൊവിനോ ഇങ്ങനെ കൈവാക്കിയപ്പോഴത്തേക്ക് പോയി. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് നിൽക്കുന്നു. ഒരു ഓണേഴ്സ് ആണല്ലോ, ക്ലബിന്റെ അംബാസഡേഴ്സ് ആണ്. അപ്പൊ ഏതൊരു പ്ലെയർ വന്നു അതിനുണ്ടൊരു ഷെയ്യാണ്. അടുത്ത ആളൊന്ന് ബേസിലേക്ക് നീട്ടിയപ്പോഴത്തേക്കും ഈ കുട്ടി മൈൻഡ് ചെയ്തില്ല, നേരെ രാജായിട്ട്. പക്ഷെ അതില് ടൊവിനോടെ കമന്റ് ഉണ്ടായിരുന്നല്ലോ, ഇജ്ജാതി എന്ന് പറഞ്ഞിട്ടുണ്ടോ? നാച്ചുറലി ക്വൈറ്റ് നാച്ചുറൽ. നിങ്ങളുടെ ഫ്രണ്ട് ബേസിലെ ചിരിച്ച് കൂടുതലായിരുന്നു. അല്ല, ഈ കൈ കൊടുത്തിട്ട് കൈ തരാത്ത സംഭവം നിരന്തരം എനിക്ക് പറ്റാറുള്ളതാണ്. ചില നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷൻ പോകുമ്പോഴത്തേക്കുവേ സംഭവിക്കും. ആരെങ്കിലും ഒരാൾ കൈ തരില്ല, അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോകും മറ്റുള്ളവർക്ക് കൊടുക്കും. അല്ലേ? അതുപോലെ നമ്മൾ ചിരിച്ചിട്ട് അവര് ചിലപ്പോ ചിരിക്കാതിരിക്കുമ്പോ ആ ചിരി മാറ്റുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ അറിയാതെ ചിരിച്ചു കാണിച്ചിട്ട് ഓപ്പോസിറ്റ് ഉള്ളവർ ചിരിക്കാറില്ല. അങ്ങനെ അപ്പൊ ഈ നിങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ ഏറ്റവും രസകരമായ രൺവീർ സിംഗ് ദീപയ്ക്ക് എന്തോ പറഞ്ഞോണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഇതുണ്ട്, ആ ഒരു സംഭവം ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ ഈ ഒരു ട്രോള് നിരന്തരമാണോ? ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ ഭയങ്കരമായിട്ട് ചിരിച്ചു. അന്ന് ബേസിൽ ചിരി എല്ലാവരുടെയും മനസ്സിൽ കയറി കളിയാക്കി ഇന്റർവ്യൂലൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് തിരിച്ച് അങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഈ ഫണ്ടാസ്റ്റിക് ഫിലിംസിന്റെ നെക്സ്റ്റ് മൂവി ഏതായിരിക്കും? ഫണ്ടാസ്റ്റിക് വൈൻഡപ്പ് ചെയ്ത് ലക്ഷണമാണ്. ഒന്ന് ധ്യാൻ ശ്രീനിവാസൻ വളരെ ബിസിയാണ്. ഞാൻ ഇപ്പൊ അതിലെ താല്പര്യം കുറഞ്ഞു, പൂർണ്ണമായിട്ടും അഭിനയം മാത്രം ശ്രദ്ധിക്കുന്നു. ഇത് രണ്ടും പേർക്കും അഭിനയിക്കാൻ എന്നൊരു ജോലി ഉള്ളതുകൊണ്ട് വിശാഖന് അതില്ലാത്തതുകൊണ്ട് അവൻ മാത്രം അത് കണ്ടിന്യൂ ചെയ്യുന്നു. അവന് ഫാമിലി ആയിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉള്ളതുകൊണ്ട് അവൻ നാച്ചുറലി അതിൽ ചെയ്യും. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീകുട്ടിന്റെ റിലീസ് എപ്പോഴത്തേക്കായിരിക്കും? November 22nd. അപ്പൊ നമ്മുടെ സിനിമ ഒരു അടിപൊളി സക്സസ്ഫുൾ മൂവി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.